റീഗൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ താപോർജ്ജത്തിനെ കുറിച്ചും ഊർജ്ജ രൂപങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയേണ്ടത് വൈദ്യുതിയുടെ താപഫലത്തിനെ കുറിച്ചിട്ടാണ്. വൈദ്യുതിയുടെ താപഫലം പറയുന്നതിന് മുന്നേ നമ്മൾ ഇന്നലെ എത്തിയ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് E=VIT ആണ്. ഒരു ഉപകരണത്തിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ അളവാണ് നമുക്ക് കിട്ടിയത് E=VIT എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജൂൾ നിയമത്തിലേക്കാണ് ഇനി പോകുന്നത്. ജൂൾ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഇക്വേഷനിൽ E=VIT എന്ന് പറഞ്ഞെത്തി. എനർജിയുടെ ഇക്വേഷൻ VIT ആണ്. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു നിക്രോം കമ്പിയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ചൂടാവാൻ തുടങ്ങും. അതായത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറ്റ് എനർജിയാണ്. താപം അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തെയാണ് ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹീറ്റ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതിന് നമ്മൾ ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജൂൾ ഹീറ്റിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് VIT ആയിരുന്നു. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഉണ്ടാവുന്ന ഊർജം എന്ന് പറയുന്നത് VIT ആണ്. അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്ത പരീക്ഷണത്തിൽ നമുക്ക് താപോർജ്ജമായിട്ട് ഉണ്ടായതെന്ന് പറഞ്ഞു. ഇപ്പോൾ നിക്രോമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ താപോർജ്ജമാണ് ഉണ്ടായത്. അപ്പോൾ താപോർജ്ജത്തിൻ്റെ അളവ് എന്തായിരിക്കും? VIT തന്നെയായിരിക്കും. താപോർജ്ജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് VIT ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? താപോർജ്ജം ഹീറ്റ് എന്നുള്ളതിന് നമുക്ക് H=VIT എന്ന് എഴുതാൻ പറ്റും. Hനെ VIT എന്ന് എഴുതാം, ഊർജം തന്നെ ആയതുകൊണ്ട്. ഇനി നമുക്ക് ഓം നിയമം അനുസരിച്ച് നമുക്കറിയാം V=IR ആണ്. V=IR ആണ് നമുക്ക് ഓം നിയമപ്രകാരം അറിയാം. അപ്പം നമ്മൾ വിക്ക് പകരം എന്ത് കൊടുക്കുക? IR എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ Hൻ്റെ ഇക്വേഷൻ നമുക്ക് IR×IT എന്ന് വരും. അപ്പം നമ്മുടെ ഹീറ്റിൻ്റെ ഇക്വേഷൻ, താപത്തിൻ്റെ ഇക്വേഷൻ എന്താ വരിക? I²RT എന്ന് വരും. അപ്പം ഇതാണ് നമുക്ക് താപോർജ്ജത്തിൻ്റെ ഇക്വേഷനായിട്ട് വരിക. H=I²RT എന്ന് വരും. ഇനി നമ്മൾ ജൂൾ നിയമം എന്താണ് പറയുന്നത് നോക്കാം. ജൂൾ നിയമം പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഉപകരണത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ്. ഒരു ഉപകരണത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ആ ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കാനെടുക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. അപ്പോൾ നേരനുപാതം എന്താണ്? നമ്മൾ ഒരു ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമത്തിൻ്റെ അപ്പുറത്തുള്ള ആൾ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇപ്പുറത്തുള്ള ആൾ കൂടുന്നതിനെയാണ് നമ്മൾ നേരനുപാതം എന്ന് പറയുന്നത്. അതായത് RHS കൂടുമ്പോൾ LHSഉം കൂടും. അതിനെയാണ് നമ്മൾ നേരനുപാതം എന്ന് പറയുക. അപ്പോൾ ജൂൾ നിയമം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഈസ് ഡെവലപ്ഡ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് ഓൺ ദ കണ്ടക്ടർ ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഓൾസോ ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് ദ കണ്ടക്ടർ. ഇതാണ് നമ്മുടെ ജൂൾ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ H ഈസ് പ്രൊപ്പോർഷണൽ ടു, ജൂൾ നിയമം നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു I²RT. അതായത് കറണ്ടിൻ്റെ വർഗത്തിനും റെസിസ്റ്റൻസിനും പ്രതിരോധത്തിനും കറണ്ട് ഒഴുകിയ സമയത്തിനും നേരനുപാതത്തിലായിരിക്കും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ജൂൾ നിയമത്തിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജൂൾ നിയമത്തിൽ ഈ ഒരു ഇക്വേഷനിൽ ഉണ്ടാവുന്ന, ഇപ്പോൾ ഇതിൽ ഓരോ ടേമും മാറുന്നതിനനുസരിച്ച് ഊർജ്ജത്തിലുണ്ടാവുന്ന വ്യത്യാസം, ഓരോ ടേമും മാറുന്നതിനനുസരിച്ച് ഊർജ്ജത്തിലുണ്ടാവുന്ന വ്യത്യാസമാണ്. അപ്പോൾ ജൂൾ നിയമം നമുക്കറിയാം H=I²RT ആണ്. നമ്മളൊന്ന് വിചാരിക്കുക, കറണ്ട് ഇരട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ കറണ്ട് ഇരട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഊർജ്ജത്തിന് താപത്തിന് എന്തായിരിക്കും സംഭവിക്കുക? കറണ്ട് ഇരട്ടിയാവുന്ന സമയത്ത്, അതായത് ഡബിൾ ആവുന്ന സമയത്ത്, ഇപ്പോൾ I എന്നുള്ള ആൾ 2I ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹീറ്റ് എന്തായിട്ട് മാറും? H എന്നുള്ള ആൾ 4H ആയിട്ട് മാറും. അതായത് നമ്മൾ I² ആണ് ഇവിടെ ഉള്ളത്. I² ഉള്ളതുകൊണ്ട് തന്നെ 2I² എന്ന് വരുമ്പോൾ എന്താ പറയുക? 4I² ആണ് വരിക. അപ്പോൾ 4 മടങ്ങായിട്ടാണ് വ്യത്യാസം വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ Rഉം Tയും വ്യത്യാസമൊന്നുമില്ല.
ഐ എന്ന് പറഞ്ഞ ആൾ ഇരട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താപോർജ്ജത്തിൻ്റെ അളവ് 4 മടങ്ങായിട്ട് കൂടും. അപ്പോൾ അവിടെ സംഭവിക്കുക അത് സ്ക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ടിൽ ഉണ്ടാവുന്ന ചെറിയൊരു വ്യത്യാസം തന്നെ നമ്മുടെ ഊർജ്ജത്തിൽ വളരെ വ്യത്യാസമായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ റെസിസ്റ്റൻസ് ആണ് ഇരട്ടിയാവുന്നതെന്നുള്ളത്. ആർ എന്നുള്ളത് 2R ആവുകയാണെന്നുണ്ടെങ്കിൽ എച്ച് എന്താ സംഭവിക്കുക? ഇരട്ടിയാവുള്ളൂ, 2H ആവുള്ളൂ. അതുപോലെ നമ്മൾ ടൈമിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും T 2T ആവുന്ന സമയത്തും എച്ച് എന്ന് പറയുന്ന ആൾ 2H ആവേ ചെയ്യുള്ളൂ. അതായത് നമ്മൾ റെസിസ്റ്റൻസും ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരനുപാതത്തിൽ നേരങ്ങോട്ട് മാറുള്ളൂ. പക്ഷേ കറണ്ടിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരനുപാതമാണ്, പക്ഷേ സ്ക്വയർ ആയിട്ടാണ് മാറുക. അപ്പോൾ നല്ലൊരു ചേഞ്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ കറണ്ട് പകുതി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് I/2 ദ ഹോൾ സ്ക്വയർ ആണ് വരിക. അതായത് I²/4 ആയിട്ടാണ് അവിടെ വരിക. അപ്പം നമ്മുടെ ഊർജ്ജത്തിനുണ്ടാവുന്ന ചേഞ്ച് എന്തായിരിക്കും? ഹീറ്റിനുണ്ടാവുന്ന ചേഞ്ച് 4 മടങ്ങ് ആവുകയാണ്, 1/4 ആവുകയാണ് ചെയ്യുക. അതായത് 4 മടങ്ങായിട്ട് കുറയും. അപ്പം നമ്മൾ ഹീറ്റ് എന്തായിട്ട് മാറും? H/4 ആയിട്ട് മാറും. അപ്പം നമ്മൾ നോക്കിയാൽ കറണ്ട് പകുതി കുറഞ്ഞാൽ തന്നെ ഇവിടെ 4 മടങ്ങായിട്ടാണ് കുറയുന്നത്. ഇവിടെ നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത്, താപം എന്ന് പറയുന്നത് 4 മടങ്ങായിട്ടാണ് കുറയുന്നത്. ഇനി നമ്മൾ റെസിസ്റ്റൻസ് നോക്കുകയാണ്, സമയം നോക്കുകയാണ്, അതൊക്കെ പകുതിയായിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഊർജ്ജം എങ്ങനെയായിരിക്കും? പകുതിയായിട്ട് തന്നെയായിരിക്കും കുറയുക. അപ്പം അത്രയാണ് നമുക്ക് ഇതിലുള്ള വ്യത്യാസങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഓരോന്നും ചേഞ്ച് ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വലിയൊരു ടാബുലാർ കോളം തന്നെ കൊടുത്തിട്ടുണ്ട്, അത് ചെയ്ത് നോക്കുക. ഇതേ കാര്യം തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പം നമുക്കത് കൂടുതൽ ക്ലിയർ ആവുന്നതാണ്. ഇനി നമുക്ക് ജൂൾ നിയമത്തിലെ ഓരോ ഘടകങ്ങളും ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം, ഒരു എക്സ്പെരിമെൻറ്റ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് 200 ml 2 ബീക്കർ. അതിൽ നമ്മൾ ഒരു ബീക്കറിൽ നിക്രോമും ഒരു ബീക്കറിൽ കോപ്പർ, ചെമ്പിൻ്റെ ഒരു തകിടും, ഒരേ നീളത്തിലും ഒരേ വലുപ്പത്തിലുമാണ് നമ്മൾ ആ തകിട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ബീക്കറിൽ വെക്കുക. ആ ബീക്കറിൽ 100 ml ആയിട്ട് രണ്ടെണ്ണത്തിലും ജലം നിറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു 2 ബീക്കറും നമ്മളൊരു ബാറ്ററി ആയിട്ടിട്ട് കണക്ട് ചെയ്യുക, 6 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഒരു അമ്മീറ്ററും ഒരു റിയോസ്റ്റാറ്റും വെച്ചിട്ടുണ്ടാവും. അമ്മീറ്റർ എന്തിനാ ഉപയോഗിക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്തിനായിരുന്നു? കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്മീറ്റർ ഉപയോഗിച്ചത്. ഇനി റിയോസ്റ്റാറ്റ് എന്തിനാ ഉപയോഗിക്കുക നിങ്ങൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റിയോസ്റ്റാറ്റ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? കറണ്ട് വേരി ചെയ്യാൻ വേണ്ടിയിട്ട്, റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്തിയിട്ട് കറണ്ട് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്, പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷണം ചെയ്യുന്നത്? ആദ്യം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ ഈ നിക്രോം വയറും ചെമ്പ് കമ്പിയിലേക്കും കറണ്ട് പ്രവഹിക്കും, അവിടെ താപോർജ്ജം ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ബീക്കറിലെയും താപനില മെഷർ ചെയ്യുക. 2 ബീക്കറിലെയും താപനില ആദ്യം ഒന്ന് അളക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഒന്ന് രണ്ടും താപനില മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് രണ്ടിലെയും താപനിലയിൽ വ്യത്യാസമുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിക്രോം വയറിന് പ്രതിരോധം കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു ബീക്കറിലെ താപനിലയായിരിക്കും കൂടുതലും. നമ്മൾ ചെമ്പ് കമ്പിയെ അപേക്ഷിച്ച് നിക്രോം വയറിൻ്റെ താപനിലയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അവിടെ ആയിരിക്കും ടെമ്പറേച്ചർ കൂടുതലുണ്ടാവുക, കാരണം അവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇനി അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? റെസിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന താപത്തിൻ്റെ അളവ് കൂടും, ഹീറ്റ് കൂടുമെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മെഷർ ചെയ്യുക. കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും മെഷർ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? വീണ്ടും താപോർജ്ജം കൂടിയതുണ്ടാവും. അപ്പോൾ ഇതിൽ 2 ബീക്കറിലും താപോർജ്ജം വീണ്ടും കൂടിയിട്ടുണ്ടാവും, താപനില കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം എന്താ? സമയം കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടായ താപത്തിൻ്റെ അളവും കൂടുതലായി എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ റിയോസ്റ്റാറ്റ് പറഞ്ഞു റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഉണ്ടാവുന്ന കറണ്ടിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ റിയോസ്റ്റാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറണ്ടിൽ വ്യത്യാസം വരുത്തുക, കറണ്ട് ഒന്ന് കൂട്ടി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു താപനില മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വീണ്ടും താപനില കൂടിയതായിട്ട് കാണാൻ പറ്റും, നല്ലോണം കൂടിയതായിട്ട് കാണാൻ പറ്റും, ടെമ്പറേച്ചർ നല്ലോണം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? അവിടെ കറണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ 3 ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ കണ്ടു? കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ പ്രതിരോധം റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സമയത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
മൂന്നും നേരനുപാതത്തിലാണ്. അതായത് നമ്മൾ ഈ താപനില കൂടിയത് കണ്ടത് റെസിസ്റ്റൻസ് കൂടിയപ്പോഴും കറണ്ട് കൂടിയപ്പോഴും സമയം കൂടിയപ്പോഴൊക്കെ അവിടെ ഉണ്ടായ താപനില കൂടുകയാണ് ചെയ്തത്. അതായത് അവിടെ ഉണ്ടായ താപത്തിൻ്റെ അളവ് കൂടുകയാണ് ചെയ്തത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു പരീക്ഷണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ജൂൾ നിയമത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ആ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഇക്വേഷൻ എന്തായിരുന്നു? H=I²RT ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ മാറ്റാം? അതിന് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ V=IR എന്ന് പറഞ്ഞ ഓം നിയമമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ അപ്പോൾ കറണ്ട് എന്താ വരിക? I=V/R എന്ന് വരും. I എന്ന് പറയുന്ന ആൾ V/R ആയിരിക്കും. അപ്പോൾ ഈ I=V/R എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ വരിക? H=V²/R² × RT എന്ന് വരും. V²/R² × R × T എന്ന് വരും. അപ്പോൾ ഈ ഒരു R ഇവിടെ R² ആണ്, R × R ആണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ആറിനെയും ഇവിടെയുള്ള ആറിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Hൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് വരും? V²T/R എന്ന് വരും. ഇതാണ് ഹീറ്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ. H=V²T/R. ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അടുത്ത ഇക്വേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ഇക്വേഷൻ, എനർജി കാണാൻ VIT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് E=VIT എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ഹീറ്റിൻ്റെ അളവ് തന്നെയാണെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. നമ്മൾ ആദ്യം തന്നെ പഠിച്ച ഇക്വേഷനാണ് H=VIT എന്ന് പറഞ്ഞത്. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ H=I²RT എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? I²RTയിൽ നമുക്ക് ഐക്ക് പകരം V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൂന്നാമതൊരു ഇക്വേഷൻ കൂടി നമുക്ക് കിട്ടും. അങ്ങനെ ജൂൾ നിയമത്തിന് 3 ഇക്വേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജൂൾ നിയമത്തിൽ പറയാനുള്ളത്. ജൂൾ നിയമം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടു, ഒരു ഉപകരണത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന താപോർജ്ജത്തിൻ്റെ അളവ്, അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ വർഗത്തിൻ്റെയും അവിടെ ഉണ്ടാവുന്ന പ്രതിരോധത്തിൻ്റെയും പിന്നെ കറണ്ട് ഒഴുകുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. അതായത് കറണ്ടിൻ്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിനും ടൈം ഓഫ് ഫ്ലോയ്ക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ജൂൾ നിയമത്തിൽ പറയാനുള്ളത്. പിന്നെ ജൂൾ നിയമത്തിൻ്റെ 3 ഇക്വേഷൻസും പറഞ്ഞു. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ആവശ്യം വരിക. ഇത്രയാണ് നമുക്ക് ഈ ഒരു ജൂൾ നിയമത്തിൽ എടുക്കാനുള്ളത്. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്കാണ് കടക്കേണ്ടത്. ഈ ഒരു പാഠത്തിൽ തന്നെ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമുക്കിനി കടക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ 1ഉം 2ഉം പ്രാവശ്യം കൂടുതൽ പ്രാവശ്യം കണ്ട് തന്നെ പഠിക്കുക. എന്നിട്ട് നോട്ടുകൾ എഴുതിയെടുക്കുക. പിന്നെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അതുപോലെ ഇക്വേഷൻസൊക്കെ വേറെ തന്നെ എഴുതി പഠിക്കുക. ഡെറിവേഷൻസും അതുപോലെ നമ്മളിപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നതൊക്കെ വേറെ തന്നെ എഴുതി പഠിക്കുക. അങ്ങനെ എഴുതി പഠിക്കുക. ഇത്രയും കാര്യത്തോടെ നമുക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ റീഗൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വീണ്ടും സ്വാഗതം.